ഇനി ലാസ്റ്റ് പാർട്ട് സർഫസ് ടെൻഷൻ. നമ്മുടെ ഈ സിലബസിൻ്റെ ലാസ്റ്റ് കവർ ചെയ്യാനുള്ള പോർഷനാണ് സർഫസ് ടെൻഷൻ. അപ്പോൾ സർഫസ് ടെൻഷൻ അഗെയിൻ യു ഓൾറെഡി നോ വാട്ട് ഇസ് സർഫസ് ടെൻഷൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, വെള്ളമൊക്കെ ഒരു ഡ്രോപ്പ് താഴെ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ടഡ് ആയിട്ടുള്ള ഷേപ്പ്, അത് സർഫസ് ടെൻഷൻ കാരണമാണെന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഒരു മോളിക്യൂൾ, ഇപ്പോൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ഉണ്ട്, അപ്പോൾ അത് ഇൻറ്റീരിയർ ആയിട്ടുള്ള മോളിക്യൂൾസ് ഇറ്റ് ഇസ് അട്രാക്റ്റഡ് ഓൺ ഓൾ ഡയറക്ഷൻസ്. ഓക്കെ, അപ്പം ഇതിന് ചുറ്റിനുള്ള മോളിക്യൂൾസ് ഇതിനെ അട്രാക്റ്റ് ചെയ്യും. അതേസമയം സർഫസിലുള്ള ലിക്വിഡ് ആകുമ്പോഴത്തേക്ക് അതിന് മുകളിലോട്ട് അട്രാക്റ്റ് ചെയ്യാനൊന്നുമില്ല, സൈഡ് വൈസും താഴോട്ട് മാത്രമേ അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ദി സർഫസ് ആക്ട്സ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് ഫിലിം. ഇതാണ് സർഫസ് ടെൻഷന് കാരണം. അപ്പോൾ സർഫസ് ടെൻഷൻ വെച്ചാൽ ഇറ്റ് ഈസ് ദി ഫോഴ്സ് വിത്ത് വിച്ച് ദ മോളിക്യൂൾസ് ഓൺ ദി സർഫസ് ആർ ഹെൽഡ് ടുഗെദർ. ആൻഡ് അതിൻ്റെ യൂണിറ്റ് എന്ന് ഡൈൻസ് പെർ സെൻറ്റിമീറ്റർ ആണ്. വിസ്കോസിറ്റി ആകുമ്പോൾ ഡൈൻസ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരുന്നത് ഡൈൻസ് പെർ സെൻറ്റിമീറ്റർ. ഇൻക്രീസിങ് ടെമ്പറേച്ചർ വിൽ ഡിക്രീസ് ദി സർഫസ് ടെൻഷൻ. വിസ്കോസിറ്റിയിൽ അങ്ങനെ അല്ലായിരുന്നല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഇനി ഈ സർഫസ് ടെൻഷൻ കാരണം ഒരു ലിക്വിഡ് ഇറ്റ് ഓക്യുപ്പൈസ് മിനിമം പോസിബിൾ വോളിയം. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഒരു ഓയിൽ ഡ്രോപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ റൗണ്ടായിട്ട് നിൽക്കും, മിനിമം വോളിയം മാത്രമേ അത് യൂട്ടിലൈസ് ചെയ്തുള്ളൂ. ദിസ് ഇസ് ബിക്കോസ് ഓഫ് സർഫസ് ടെൻഷൻ. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ഇങ്ങനെ ഒന്ന് പറയുന്നതെന്നേ സൂചിപ്പിക്കുന്നേ ഉള്ളൂ, അതും കൂടെ നിങ്ങളൊന്ന് വായിച്ച് പോവുക. അപ്പോൾ ഗിബ്സ് തോംസൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് കോമ്പൗണ്ട്സ് വിച്ച് ലോവർ ദ സർഫസ് ടെൻഷൻ വിൽ കോൺസെൻട്രേറ്റ് അറ്റ് ദ സർഫസ് ഓർ ഇൻ്റർഫേസ്. രണ്ട് ലിക്വിഡിൻ്റെ അതിൻ്റെ ഇൻ്റർഫേസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, വിച്ച് ലോവേഴ്സ് ദി സർഫസ് ടെൻഷൻ. ഓർത്തോണം, രണ്ട് ലിക്വിഡിൻ്റെ ഇൻ്റർഫേസ് ഉണ്ട്, രണ്ട് ലിക്വിഡ് മിക്സ് ചെയ്തിട്ടുള്ള ഇൻ്റർഫേസ് ഉണ്ടെങ്കിൽ അവിടെയാണ് ഈ കോമ്പൗണ്ട്സ് വിച്ച് വിൽ ലോവർ ദ സർഫസ് ടെൻഷൻ വിൽ കോൺസെൻട്രേറ്റ്. ഇനി ഒരു സിംഗിൾ ലിക്വിഡ് ആണെങ്കിൽ അതിൻ്റെ സർഫസിലായിരിക്കും അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. And the compound with increase the surface tension will distribute in the interior portion of the liquid. Okay, അപ്പം ഒരു സൊല്യൂഷൻ, ഒരു ലിക്വിഡിൻ്റെ അകത്ത് നമ്മൾ സർഫസ് ടെൻഷൻ കുറയുന്ന സബ്സ്റ്റൻസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഒന്നിലെ സർഫസിൽ കാണും, അല്ലെങ്കിൽ രണ്ട് ലിക്വിഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർഫേസിൽ കാണും. ഒരു സർഫസ് ടെൻഷനെ കൂട്ടുന്നതാണെങ്കിൽ ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഇൻ ദി ഇൻറ്റീരിയർ പോർഷൻ ഓഫ് ദി ലിക്വിഡ്. Organic substances like proteins and lipids decrease, whereas inorganic substances like NaCl and KCl increase the surface tension. ഈ എക്സാമ്പിൾ ഒന്ന് പഠിച്ചോണം. ഇൻക്രീസ് ചെയ്യുന്ന ഡിക്രീസ് ചെയ്യുന്ന ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, ഏജൻറ്റ്സ് വിച്ച് ഇൻക്രീസ് സർഫസ് ടെൻഷൻ, ഏജൻറ്റ്സ് വിച്ച് ഡിക്രീസ് ദി സർഫസ് ടെൻഷൻ. ഇനി ഇതിൻ്റെ ബയോളജിക്കൽ ആപ്ലിക്കേഷനിലേക്ക് പോയാൽ, ഈ ഫാറ്റിനെ സംബന്ധിച്ചോളം ഫാറ്റ് വാട്ടർ സോല്യൂബിൾ അല്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതിന് ബോഡി കണ്ടെത്തിയിരിക്കുന്ന ഒരു മെത്തേഡാണ് ബൈൽ സോൾട്ട്. വൈ? ബിക്കോസ് ബൈൽ സോൾട്ട് വിൽ റെഡ്യൂസ് ദി സർഫസ് ടെൻഷൻ. അപ്പോൾ ഇതിനെ സോല്യൂബിലൈസ് ചെയ്യാൻ പറ്റത്തില്ല, ഇമൾസിഫൈ ചെയ്യാനേ പറ്റുള്ളൂ. നിങ്ങളിതിന് ഇമൾസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്, ഇത് ഇമൾസിഫയേഴ്സിൻ്റെ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പം ദീസ് ബൈൽ സോൾട്ട്സ് വിൽ ആക്ട് ആസ് ഡിറ്റർജൻസ് റിസൾട്ടിങ് ഇൻ ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. അപ്പോൾ അത് ആ ഫാറ്റിനെ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആക്കിയിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും സഹായിക്കും. ഇനിയുള്ളത് ഒരു ഹേസ് സൾഫർ ടെസ്റ്റ് എന്നിട്ട്, അതായത് യൂറിൻ്റെ അത് ചില നോർമൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്, പല നോർമൽ കോൺസ്റ്റിറ്റ്യൂൻ്റ്, ചില അബ്നോർമൽ കോൺസ്റ്റിറ്റ്യൂവൻസും ഉണ്ട്. ചില അസുഖം വരുമ്പോൾ മാത്രം യൂറിനിൽ കാണപ്പെടുന്ന മോളിക്യൂൾസാണ് ഗ്ലൂക്കോസ്, പെൻറ്റോസ്, ഏത് ഷുഗർ ആയാലും, പിന്നെ ബൈൽ സോൾട്ട്, ഇതൊക്കെ നോർമലി യൂറിനിൽ കാണുന്നതല്ല. അബ്നോർമൽ കണ്ടീഷൻസിൽ മാത്രമേ അബ്നോർമൽ കോൺസ്റ്റിറ്റ്യൂവൻസ് കാണുള്ളൂ. അപ്പോൾ ബൈൽ സോൾട്ട് യൂറിനിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ ടെസ്റ്റാണ് ഹേസ് സൾഫർ ടെസ്റ്റ്. അപ്പോൾ ബൈൽ സോൾട്ട് യൂറിനിലുണ്ടെങ്കിൽ അതിൻ്റെ സർഫസ് ടെൻഷൻ കുറവായിരിക്കും. അതിലോട്ട് നമ്മൾ സൾഫർ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അത് യൂറിൻ്റെ അകത്തോട്ട് സിങ്ക് ചെയ്ത് പോകും. അപ്പോൾ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ യൂറിനെടുത്ത് സൾഫർ പൗഡർ ഇട്ട് അത് സിങ്ക് ചെയ്യും. സാധാരണഗതിയിൽ ബൈൽ സോൾട്ട് ഇല്ലാത്തൊരു യൂറിനിലേക്ക് സൾഫർ ഇട്ട് കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ കുറവല്ല, നിലനിൽക്കുന്നുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ നോട്ട് സിങ്ക്, ഇറ്റ് വിൽ ഫ്ലോട്ട് ഓൺ ദി യൂറിൻ. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ ബൈൽ സോൾട്ട് ഉണ്ടെങ്കിൽ സർഫസ് ടെൻഷൻ കുറയുന്ന കാരണം ഈ സൾഫർ താഴോട്ട് സിങ്ക് ചെയ്യും. അതാണ് ഹേസ് സൾഫർ ടെസ്റ്റ് ടു ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് ബൈൽ സോൾട്ട്. പിന്നെ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആൻഡ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം സർഫസ് പ്രോപ്പർട്ടിയാണ്, സർഫസ് ഫിനോമിനനാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സർഫസ് ടെൻഷൻ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും, ഈ സർഫസ് ടെൻഷൻ്റെയും അഡ്സോർപ്ഷൻ്റെയും ഒരു കപ്പിൾഡ് ആക്ഷൻ കാരണമാണ് പ്രോട്ടീൻസും ലിപ്പിഡ്സും ഒക്കെ ദേ ഫോം കോംപ്ലക്സസ് ഇൻ ദി ബോഡി. പിന്നെ ലൈപ്പോപ്രോട്ടീൻ കോംപ്ലക്സ് മെംബ്രെയിൻസ്, പ്ലാസ്മ മെംബ്രെയിൻ്റെ അകത്ത് they have got surface tension reducing substances like lipids and proteins, and this will help in the adsorption of compounds. ഈ പറഞ്ഞതിൻ്റെ ഒരു റിലേറ്റഡ് ആപ്ലിക്കേഷനാണിത്. അപ്പോൾ അത് പ്ലാസ്മ മെംബ്രെയിനെ സംബന്ധിച്ച് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിനിൽ സർഫസ് ടെൻഷൻ റെഡ്യൂസിങ് സബ്സ്റ്റൻസസ് ലൈക്ക് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ആർ പ്രസൻറ്റ്, വിച്ച് ഹെൽപ്സ് ഇൻ ദി അഡ്സോർപ്ഷൻ ഓഫ് ദീസ് കോമ്പൗണ്ട്സ്. ഇനി സർഫക്റ്റൻസ് എന്ന് പറയുന്നൊരു
കോമ്പൗണ്ട് ഉണ്ട്. സർഫക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദോസ് കോമ്പൗണ്ട്സ് വിച്ച് ലോവർ ദി സർഫസ് ടെൻഷൻ ബിറ്റ്വീൻ ടു ലിക്വിഡ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, 2 ലിക്വിഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർഫേസിലാണ് സർഫസ് ടെൻഷൻ ലോവർ ചെയ്യുന്ന കോമ്പൗണ്ട്സ് അക്യുമുലേറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ സർഫക്റ്റൻസ് ആർ those compounds which lower the surface tension between two liquids, അല്ലെങ്കിൽ between gas or liquid, അല്ലെങ്കിൽ between liquid and solid. അതിനെയാണ് സർഫക്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ ലങ് ഫങ്ഷനിൽ ഈ സർഫക്റ്റൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആൽവിയോളയുടെ സർഫസ് ടെൻഷൻ കുറവായതുകൊണ്ടാണ് അവർ ദൂരെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിന് പറ്റി ഒട്ടിപ്പോവും. മനസ്സിലായി? അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഒക്കേഴ്സ് ഇൻ ആൽവിയോളൈ ഇൻ ദി ലങ്സ്, അറിയാമല്ലോ. അപ്പം ഈ ആൽവിയോളയെ ദൂരെ നിർത്തുന്നത് ചില സർഫക്റ്റൻസ് ആണ്. ആ ലോ സർഫസ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന സർഫക്റ്റൻസ് ആണ്. അതിലൊന്നാണ് ബയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിയോളജിക്കലായിട്ടുള്ള സർഫക്റ്റൻ്റ് ആണ് ഡൈപാൽമിറ്റോയിൽ ഫോസ്ഫാറ്റൈഡിൽ കോളിൻ, അതായത് ഡൈപാൽമിറ്റോയിൽ ലെസിത്തിൻ. ഇറ്റ് ഈസ് എ ഫിസിയോളജിക്കൽ സർഫക്റ്റൻസ് വിച്ച് ലോവർ ദി സർഫസ് ടെൻഷൻ ഓഫ് ആൽവിയോളൈ സോ ദാറ്റ് ദേ കീപ്പ് അപ്പാർട്ട്. അപ്പോൾ അത് നോർമലായിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കും. ഓക്കെ, വിച്ച് മെയിൻറ്റെയിൻസ് ലോ സർഫസ് ടെൻഷൻ ഇൻ ദി ആൽവിയോളൈ. ഇതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് പിള്ളേരിലൊക്കെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഒക്കെ ഉണ്ടാകുന്നത്. ഇനി ഇതേ സർഫക്റ്റൻറ്റിന് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. കാരണം ദേ പെർഫോം ആൻറ്റി മൈക്രോബിയൽ ഫങ്ഷൻ. അപ്പോൾ ആൻറ്റി മൈക്രോബിയൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ വാട്ട് ഹാപ്പൻസ്, പാത്തോജൻസിനെ നറിഷ്മെൻറ്റിനെ കട്ട് ഓഫ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സർഫക്റ്റൻസ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസിൽ ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോബ്സ് ഉണ്ടാവത്തില്ല. ഈ പറയുന്ന ബാക്ടീരിയ, ഫംഗൈ, ആൽഗെ, വൈറസ് ഒന്നും ഇല്ലാതെ വരാനായിട്ട് ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസിൽ സർഫക്റ്റൻസ് ആഡ് ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് ദീസ് ഡു നോട്ട് സർവൈവ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസ്. അപ്പോൾ അതോടെ നമ്മുടെ പോർഷൻസ് തീരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.